എന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ആ വെൽനസ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞു, ഇനിയുള്ള കാലഘട്ടം 2 കാലഘട്ടം മാത്രമേ ഇവിടെ സക്സസ് ആകത്തുള്ളൂ. ഒന്ന് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കോവിഡിന് യാതൊരു തരത്തിലുള്ള പരിഹാരവും കാണാതെ വന്ന ഈ ഒരു രാജ്യത്തല്ല ലോകത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, 2021 മുതലുള്ള ഇനിയൊരു കാലഘട്ടം അതുപോലെ തന്നെ വെൽനസിന്റെയും അതുപോലെ തന്നെ ബ്യൂട്ടി കോൺഷ്യസിന്റെയും കാലഘട്ടമാണ് എന്ന് വളരെ സന്നിഗ്ധമായിട്ട് അദ്ദേഹം അടിവരയിട്ട് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് നിലവിലുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന്. രണ്ട്, നമുക്കറിയാം നമ്മുടെ ശശി തരൂർ എം പി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയുണ്ട്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഉന്നതനാണെങ്കിലും, അല്ലെ, എത്ര ഉന്നത, ഞാനിവിടെ പാടി, എത്ര ഉന്നതനാണെങ്കിലും അദ്ദേഹം ദരിദ്രനായി മാറുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഒന്നുകൂടെ പറയാം, എത്ര സാമ്പത്തികമുള്ള വ്യക്തിയും ദരിദ്രനായി മാറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മോട് പറഞ്ഞു, അല്ലെ. ഇതെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ബയോട്ടോറിയം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ദൈവത്തിന്റെ കയ്യൊപ്പുള്ള നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സമ്മാനിച്ച ആ ഒരു മേഖല നമ്മുടെ മുൻപിലേക്ക് വന്നത്. അവിടെ നമ്മുടെ കമ്പനി എടുത്തു കാണിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് എങ്കിലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ വിജയിക്കാൻ പുറപ്പെടുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും, അവൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാം, എത്ര കോടീശ്വരനാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവന്റെ ആരോഗ്യത്തെ അവന് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൻ വെറും വേസ്റ്റ് ആണ്, പാഴാണ് എന്നുള്ളതാണ് പച്ച മലയാളത്തിൽ കേരളീയരുടെ ഭാഷയിൽ, എറണാകുളംകാരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങള്, ബയോട്ടോറിയം മുന്നോട്ട് വെക്കുന്ന ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകളെ കുറിച്ച് തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്, എങ്കിലും അതിൻ്റെ അകത്തുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ അവസരത്തിൽ പറയാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ നമ്മുടെ അഗേഷ് സാറിനെ പോലെയുള്ള, അഭിലാഷ് സാറിനെ പോലുള്ള, അതുപോലെ തന്നെ നമ്മുടെ മനോജ് സാറിനെ പോലെയുള്ള ലീഡേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലൊന്നും ഞാൻ കൈവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ പറയുന്നത് ഹെൽത്ത് മാത്രമാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിലപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പറയാനുള്ള ആവർത്തന വിരസത കാണാൻ സാധ്യതയുണ്ട്. ഇതൊന്നും പ്രശ്നം, ആവർത്തന വിരസത വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ, എനിക്ക് ഇന്ന് രാവിലെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, എനിക്ക് ആരുടെയും കോൺഷ്യസ് മൈൻഡ് ഇവിടെ വേണ്ട. എനിക്ക് ആരുടെയും കോൺഷ്യസ് മൈൻഡ് ഇവിടെ വേണ്ട. ഇന്ന് എന്ത് മൈൻഡാണ് എനിക്ക് വേണ്ടത്? എനിക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് വേണ്ടത്. നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ രാവിലെ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ യാതൊരു തരത്തിലുള്ള ഗുണകരവുമായി മാറില്ല എന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമുക്ക് തുറന്നു വെക്കാം, കോൺഷ്യസ് മൈൻഡ് മാറ്റി വെക്കുക. ഓക്കെ, എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു വ്യക്തി ആരോഗ്യവാനാണോ അനാരോഗ്യവാനാണോ എന്നുള്ളത് അറിയണമെങ്കിൽ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നുകൂടെ പറയാം, ഒരു മനുഷ്യൻ നല്ല ആരോഗ്യവാനാണോ ആരോഗ്യവതിയാണോ എന്നറിയണമെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു വൈദ്യന്റെ അടുത്ത് പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സാ മാർഗങ്ങൾ തേടുന്നതിന് മുൻപ് അവനെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം, അല്ലെ. അവരുടെ കുടുംബത്തിൽ നീ ആരോഗ്യവാനാകണമെങ്കിൽ, നീ ആരോഗ്യവതിയാകണമെങ്കിൽ നിനക്ക് ഇന്ന ക്വാളിറ്റികൾ വേണം. എന്താ നിനക്ക് ഇന്ന ക്വാളിറ്റികൾ വേണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്കറിയാം, എപ്പോഴും ഞാൻ പറയാം, അഗേഷ് സാറെ സ്ക്രീൻ ഷെയർ ചെയ്യണേ, അഗേഷ് സാറാണെങ്കിലും ബിപിൻ സാറാണെങ്കിലും കുഴപ്പമില്ല, ആരാണെങ്കിലും. ഓക്കെ, നമുക്കറിയാം, ഒരു വ്യക്തി ആരോഗ്യവാനാണോ എന്നറിയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ അകത്ത് ആദ്യമായിട്ടുള്ള ആമുഖമായിട്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അവൻ ആരോഗ്യവാനാണെങ്കിൽ അവന്റെ വെയിറ്റ് കറക്റ്റ് ആയിരിക്കണം. എങ്ങനെയാണ് വെയിറ്റ് കറക്റ്റ് ആണോ നോക്കുന്നത്? നമുക്കറിയാം, കണ്ടോ, ഇവിടെ നമ്മൾ കണ്ടു, യെസ്, ഇവിടെ നമ്മൾ കണ്ടു വെയിറ്റിനെ കുറിച്ച്. എന്താണ്, ഇവിടെ 2 പിക്ചർ വളരെ കൃത്യമായിട്ട് സ്ക്രീനിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെ. ഒരു ലേഡിയുടെ ഉണ്ട്, ഒരു ജെന്റിന്റെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും നേരെ തന്നെ അളക്കുന്നത്. എങ്ങനെയാണ് അത് അളക്കേണ്ടത്? ഒരു മനുഷ്യനെ സെന്റിമീറ്ററിൽ അളക്കുക. ഇപ്പം സെന്റിമീറ്റർ അളന്നിട്ട് അവന്റെ ആ സെന്റിമീറ്ററിൽ നിന്നും 100 കുറയ്ക്കുമ്പോൾ എത്രയാണോ അവന് കിട്ടേണ്ടത് അതായിരിക്കണം അവന്റെ ഐഡിയൽ വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ പിക്ചറിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്ന്, നമുക്കറിയാം, ഒരു മെഷർമെന്റ് നമ്മുടെ ഭിത്തിയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഞങ്ങളൊക്കെ ചിലപ്പോൾ കഥകിന്റെ ഭാഗത്താണ് അടയാളപ്പെടുത്തുന്നത്, അവിടെയൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഹൈറ്റ് കൃത്യമായിട്ടൊന്ന് അളന്ന് മെഷർ ചെയ്താൽ ഈ പെൺകുട്ടിക്ക് ചിലപ്പോൾ 165 സെന്റിമീറ്റർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, എനിവേ പലർക്കും പല ഹൈറ്റ് ആണുള്ളത്. അതിൽ നിന്ന് 100 കുറയ്ക്കും, -100 കുറയ്ക്കുമ്പോൾ എത്രയാണ് വേണ്ടത്? 100, ശരിക്കും പറയാം 65. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 65 കിലോ ആയിരിക്കണം ഈ പെൺകുട്ടിയുടെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം, അടുത്തത് ഒരു പിക്ചർ ഇവിടെ കാണുന്നുണ്ട്.
രണ്ടാമത്തെ പിക്ചർ ഇത് രണ്ടുപേരുടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു ജെന്നിന്റെയും കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് BMI, നമ്മുടെ വീട്ടില് നമുക്കറിയാം തുണി അളക്കുന്ന ടേപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തിട്ട്, ഓക്കെ കണ്ടോ ഇവിടെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ തുണി അളക്കുന്ന ടേപ്പ് എടുത്ത് ജെന്നും ഉണ്ട് ലേഡിയും ഉണ്ട്. ഒരു ജെന്നിന്റെ പുക്കിളിന്റെ ചുറ്റളവ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം എല്ലാവരുടെയും വീട്ടിൽ സാധാരണ കാണാൻ സാധ്യതയുള്ള ടേപ്പാണ്. 2500 മെഷീൻ ഉണ്ട്, തയ്യൽ മെഷീൻ ഉണ്ടാവും, ഒരു ടേപ്പ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ പുക്കിളിന്റെ ചുറ്റളവ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് 80 സെന്റിമീറ്ററേ വരാൻ പാടുള്ളൂ. ഞാനിവിടെ പറയുന്നതൊക്കെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എന്റെ കയ്യിൽ നിന്നിട്ട് ഒന്നും ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് 80 സെന്റിമീറ്റർ ആവണം അവരുടെ പുക്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജെന്നിന്റെ പണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജെന്നിന് എത്ര വേണം? ജെന്നിനെ സംബന്ധിച്ചിടത്തോളം അത് 90 സെന്റിമീറ്റർ. അപ്പൊ ജെന്നിന് 90 സെന്റിമീറ്ററും ലേഡിക്ക് 80 സെന്റിമീറ്ററും. അതിനപ്പുറത്തേക്ക് വന്നാൽ എന്താണെന്ന് ഞാൻ ഇതിന്റെ പിന്നാലെ ഞാൻ നിങ്ങൾ പറയാം. അടുത്ത നെക്സ്റ്റ് ഒരു പാഠം ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ BMI, ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ആയുസിനെയും ആരോഗ്യത്തെയും ഒക്കെ നിർണ്ണയിക്കുന്നത് BMI എന്നുള്ള ആ ഒരു മെഷർമെന്റ് വെച്ചാണ്. ഇവിടെ പല പടങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലെ. ഇതുണ്ട് ബോഡി മാസ് ഇൻഡെക്സ് വളരെ കൃത്യമായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ പല പടങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റിലത്തെ ഒരു പടം കാണിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ഒരു പടം ഫസ്റ്റിലത്തെ പടത്തിൽ എന്താ കാണിച്ചേക്കുന്നത്? ഫസ്റ്റിലത്തെ പടത്തില് അദ്ദേഹത്തിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് ഏകദേശം 70 സെന്റിമീറ്റർ ആണ് അല്ലെ, ഫസ്റ്റിലത്തെ പടത്തിൽ കാണിക്കുന്നത്. അടുത്തത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 19 കാണിച്ചിട്ടുണ്ട്. അടുത്ത ഇങ്ങോട്ട് വന്നാൽ 19-നും 23-നും ഇടയിൽ. ഇനി അടുത്തത് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ പച്ച എന്ന് പറയുന്നത് നമുക്കറിയാലോ, പച്ചക്കൊടി കാണിക്കാനൊക്കെ പറയാം. പച്ച എന്ന് പറഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഓക്കെ ആയിട്ട് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ പച്ച കാണിച്ചിരിക്കുന്നത് എന്താണ്? 19-നും 23-നും ഇടയിലായിരിക്കണം അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, BMI എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പച്ച മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18-നും 23-നും ഇടയിലായിരിക്കണം വേണ്ടത്. അതിൻ്റെ അകത്ത് എക്സസ് ആയി, ഓക്കെ സാറേ, അതിൻ്റെ അകത്ത് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ 3 കാര്യവും കറക്റ്റ് അല്ല എങ്കിൽ ഒരു വ്യക്തി എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അവൻ ഐഡിയൽ അല്ല, അല്ലെങ്കിൽ ആരോഗ്യവാനല്ല, ആരോഗ്യവതിയല്ല. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഏത് മനുഷ്യനും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് മനസ്സിലാക്കേണ്ട കാര്യം ഈ 3 കാര്യമാണ്. ഒന്ന്, അവൻ ഐഡിയൽ വെയിറ്റ് ആണോ എന്നറിയണം. 2, അവൻ ഐഡിയൽ ഫാറ്റ് ആണോ എന്നറിയണം. 3, അവന്റെ BMI ഐഡിയൽ ആണോ എന്നറിയണം. ഇത് 3 കറക്റ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബയോട്ടോറിയം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ഒരു ഉൽപ്പന്നവുമായി, ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുമായി നമ്മളൊരു വ്യക്തിയെ സന്ദർശിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒരു രോഗസൗഖ്യത്തിനുള്ള ഉൽപ്പന്നം, മറിച്ച് ശരീരത്തിനകത്ത് എന്താണോ ഡിസോർഡേഴ്സ് ആയിട്ടുള്ളത് അതിനെ കറക്റ്റ് ആക്കാനായിട്ടായിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കേണ്ട വ്യക്തമായ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഫുഡ് പലപ്പോഴും എന്താണ് കഴിക്കുന്നത്? ചില ആളുകൾ രാവിലെ പുട്ട് കഴിക്കുന്നുണ്ട്, ചില ആളുകൾ രാവിലെ ഇഡ്ഡലി കഴിക്കുന്നുണ്ട്, ചപ്പാത്തി കഴിക്കുന്നുണ്ട്, മറ്റുള്ള കഞ്ഞി കുടിക്കുന്നുണ്ട്, ഓക്കെ, മറ്റുള്ള ഓട്സ് കഴിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ കഴിക്കുന്നത്. ഒരു മനുഷ്യന് വേണ്ട കാലറി മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് വേണ്ടത് 1350-നും 1650-നും ഇടയിലായിരിക്കണം ഒരു സ്ത്രീക്ക് വേണ്ട കാലറി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ജെന്നിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവന് 1650-നും 1850-നും ഇടയിലായിരിക്കണം. അതെങ്ങനെ കണക്ക് കൂട്ടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് മാക്സിമം അത് മതി. പക്ഷെ എങ്ങനെ കണക്ക് കൂട്ടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ബെഡ് കോഫിയോട് തുടങ്ങുന്നത് നമ്മൾ വൈകുന്നേരം കിടക്കുന്നത് വരെ നമ്മൾ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിന്റെ കാലറി എടുത്തു നോക്കിയാൽ ഒരു 300-350-നൊക്കെ മുകളിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാലറി നമുക്ക് ആവശ്യമുള്ള എത്രയാണ്? അതിനപ്പുറത്തേക്കുള്ള കാലറി എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ പറയാം. ഒന്ന്, നമുക്കറിയാം നമുക്ക് ആവശ്യമുള്ള ആഹാരത്തിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്, നമ്മൾ ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിച്ചാലും, ചില ആളുകൾ പറയും ഞാൻ ചപ്പാത്തി കഴിക്കുന്നു പറയും. ഡിഫറൻസ്, നമ്മൾ ചപ്പാത്തി കഴിച്ചാലും ചോറ് കഴിച്ചാലും നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന്റെ അളവ് എന്ന് പറയുന്നത് 40%. അങ്ങനെയാണെങ്കിൽ രാവിലെ ചപ്പാത്തി കഴിച്ചു, അല്ലെ പുട്ട് കഴിച്ചു, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു, വൈകുന്നേരം നമ്മൾ കഴിക്കുന്ന ഉച്ചക്കത്തതിന്റെ ബാക്കി ചോറോ അല്ലെ മറ്റുള്ള കാര്യങ്ങളോ കഴിച്ചാൽ നമ്മുടെ ശരീരം എന്തോരം എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കയറി വരും, ഒരുപാട് കയറി വരും. അടുത്ത എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്
ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രീഷൻ എവിടെ നിന്ന് കിട്ടുന്നു? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നായിരിക്കണം കിട്ടേണ്ടത്. അതിന്റെ അളവുകളാണ് ഞാൻ പറഞ്ഞത്. രണ്ട്, നമുക്കറിയാം വിറ്റാമിനും മില്ലിഗ്രാമും നമുക്ക് വേണ്ടത് എന്താണ്? വിറ്റാമിനും മിനറൽസും വേണ്ടത് മില്ലിഗ്രാം അളവിലാണ്. അടുത്ത നമുക്ക് എന്താണ്? പ്രോട്ടീൻ വേണ്ടത് 16നും 20നും ഇടയിൽ ശതമാനത്തിലാണ് നമുക്ക് പ്രോട്ടീൻ വേണ്ടത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിങ്ങിന് എത്രയാണോ സിമെന്റ്, പ്രോട്ടീന്റെ ധർമ്മമാണ് ഞാൻ പറയുന്നത്. ബിൽഡിങ്ങിന് എത്രയാണോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രോട്ടീനാണ്. ഒന്നുകൂടി പറഞ്ഞു തരാം. നമുക്കറിയാം നമ്മളൊരു കെട്ടിടം പണിയുന്ന സമയത്ത്, ഇപ്പോഴൊക്കെ നമ്മളൊരു വീടിന്റെ അടിയിലൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കെട്ടിടം പണിയുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നതായിട്ടുള്ള ആ കെട്ടിടത്തിനകത്ത് സിമെന്റ് ഉണ്ടാവാം, മിറ്റിലുണ്ടാകാം, മണലുണ്ടാകാം, അല്ലെങ്കിൽ കമ്പി ഉണ്ടാകാം, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഏറ്റവും സ്ട്രെങ്ത് കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കണം സിമെന്റ് തന്നെയാണ്, അല്ലെ? ഒരു വാർക്ക എന്ന് പറഞ്ഞ 1 to 4 കൂട്ടാണെങ്കിൽ അതിന്റെ അകത്ത് ആ ഒരു ചട്ടി സിമെന്റിന് പകരം നമ്മൾ 3/4 ചട്ടി, അരച്ചട്ടി ഇട്ട് കഴിഞ്ഞാൽ തട്ട് പൊളിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ വാർക്കയും കൂടി താഴേക്ക് പോരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിന് സിമെന്റ് എത്രയാണോ പ്രാധാന്യത വഹിക്കുന്നത്, അതുപോലെയാണ് ഒരു ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുതയുടെ ഒരു പ്രാധാന്യത എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറയുന്നത് 16 തൊട്ട് 20% മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹെൽത്ത് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് അത് വേണം. അടുത്ത എന്താണ്? ഫൈബർ നമുക്ക് വേണം. എന്താണ് വേണം? നമുക്ക് 25നും 30നും ഇടയിൽ ഫൈബർ വേണം. നമ്മൾ പല ഫൈബറുകൾ നമ്മൾ കഴിക്കുന്നുണ്ട്, അല്ലെ? സോലുബിൾ ഫൈബർ ഉണ്ട്, ഇൻസോലുബിൾ ഫൈബർ ഉണ്ട്, അല്ലെ? എന്താ സോലുബിൾ ഫൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസോലുബിൾ ഫൈബർ, ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്കറിയാം അത് കിട്ടണമെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം കഴിക്കേണ്ടത് വാഴക്കൂമ്പുകൾ, അല്ലെ? നമുക്ക് ഇവിടെ ഒന്നും കാണാൻ സാധിക്കുന്നത് തൃപ്പൂണിത്തുറ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനോജ് സാറൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം തൃപ്പൂണിത്തുറയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വാഴക്കൂമ്പിൻ്റെതായിട്ടുള്ള ഒരു ശേഖരം നമുക്ക് എപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തൃപ്പൂണിത്തുറയിൽ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം നമ്മളുടേതായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ, ഒരു മിനിറ്റ്, വാഴക്കൂമ്പ് ഒരു വ്യക്തി നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോട്ടീൻ കിട്ടണമെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള ഫൈബർ കിട്ടണമെങ്കിൽ നമ്മൾ കഴിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? 2 കെട്ട് ചീര കഴിക്കണം. ഇല്ലെങ്കിൽ നമുക്കറിയാം പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാര് വെട്ടിക്കളയുന്ന വാഴപ്പിണ്ടി പോലുള്ള സാധനങ്ങൾ 1 മീറ്റർ ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കണം. ഇതിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഫൈബർ കഴിക്കുന്നത്. നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. നമ്മളുടെ വീട്ടിൽ ഈ വാഴപ്പിണ്ടി കറി വെച്ചാൽ, നമ്മളുടെ വീട്ടിൽ ഈ കൊടപ്പൻ കറി വെച്ചാൽ, നമ്മളുടെ വീട്ടിൽ ചീര കറി വെച്ചാൽ, ഒരു വ്യക്തിയും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അത് ആ പറഞ്ഞിരിക്കുന്ന ഫുള്ളായിട്ട് കഴിക്കാൻ സാധ്യതയില്ല. ഇപ്പോ എന്റെയൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കെട്ട് ചീര കറി വെച്ചാൽ 2 നേരത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധ്യത കാണുന്നുണ്ട്, 1 കെട്ട് ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ? അപ്പൊ നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ആ ഒരു വസ്തുത നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടത്തില്ല? ഫൈബർ നമുക്ക് കിട്ടത്തില്ല. അടുത്ത എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല, വെള്ളമാണ്. ഓരോ 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള വസ്തുതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? പല ആളുകൾക്കും മനസ്സിലാകാൻ സാധ്യത ഉണ്ട്. ഏത്? എങ്ങനെ? എന്റെ വിശപ്പിന് ഞാൻ ഫുഡ് കഴിച്ചാൽ പോരെ? മതി. വിശപ്പിന് നമ്മൾ ചോറ് മാത്രം കഴിച്ചാൽ മതി, നമ്മുടെ വയറ് ആ വിശപ്പ് നിൽക്കും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ അകത്ത് എക്സസ് ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് മാറും? ഫാറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഈ ഫാറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് ചില ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവിടെ വയറ് ഭയങ്കരമായിട്ട് ഫ്രണ്ടിലേക്ക് തള്ളി വരുന്നു, അല്ലെ? അവരുടെ വയറ് ഭയങ്കരമായിട്ട് ഫ്രണ്ടിലേക്ക് തള്ളി വരുന്നു. അപ്പൊ എന്താണ്? അവിടെ കൊണ്ട് നമ്മുടെ ഈ എക്സസ് ആയിട്ടുള്ള ഫാറ്റിനെ കൊണ്ട് സ്റ്റോർ ചെയ്യും. അടുത്തത് എന്താണ്? ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കൈയുടെ മസിൽസിന്റെ ഇവിടെ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന കാണാം. ചില അമ്മച്ചിമാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകളുടെ താടി നോക്കിയാൽ ഡബിൾ ചിൻ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നത് കാണാം. ചില ആളുകളുടെ പെടലിയുടെ പുറകിൽ ഒരു നാഷണൽ ഹൈവേയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഹമ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെയെല്ലാം ശരീരം എക്സസ് ആയിട്ടുള്ള കൊഴുപ്പിനെ കൊണ്ട് സ്റ്റോർ ചെയ്യും. നമുക്കതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒട്ടകത്തെ കുറിച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒട്ടകം വെള്ളം കുടിച്ചിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അതിന്റെ മുതുകിൽ ഒരു സംഭവമുണ്ട്, അതിന്റെ പേര് ബ്ലബർ എന്നാണ്. അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് അത് അബ്സോർബ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ടുള്ള ഈ കൊഴുപ്പിനെ ശരീരം വിശക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഇവൻ പൊട്ടിക്കും. ചില ആളുകൾ എന്താണ്? വിശക്കുന്ന സമയത്ത് അപ്പൊ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള
ഫുഡ് കൊടുക്കുമ്പോൾ എന്താണ്, ഈ പൊട്ടിക്കേണ്ടതായിട്ടുള്ള കൊഴുപ്പ് വീണ്ടും അവിടെ ഇരുന്നിട്ട് അതിൽ നിന്നും നമ്മൾ ആ ഫുഡിൽ നിന്ന് കഴിച്ചിട്ടുള്ള എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് പിന്നെയും ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സസ് നമ്മൾ ബാങ്കിൽ കൊണ്ട് 1,00,000 രൂപയുണ്ട്, 50,000 രൂപയുണ്ട്, അങ്ങനെ എഫ് ഡി ഇട്ട് വെക്കുന്നത് പോലെ തന്നെ ശരീരം അതിൻ്റെ അകത്ത് കൊഴുപ്പ് എഫ് ഡി ഇട്ട് വെക്കുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശക്കുന്ന സമയത്ത് ഇവിടെ എടുത്ത് ഞാൻ പറയുന്നത്, കൃത്യസമയമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് നമ്മൾ വെള്ളം കൂടി കറക്റ്റ് ആക്കേണ്ടത്. കൃത്യമായി വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ വിശപ്പിനെ അവിടെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താനായിട്ട് പറ്റുന്നുണ്ട്. ഇല്ല, ചില ആളുകൾ ഇത് കഴിച്ചാൽ എക്സസ് ആയിട്ട് പിന്നെയും ഫാറ്റ് ആയിട്ട് കയറി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കണം, ശരീരത്തിന്റെ അകത്ത് നമ്മുടെ ന്യൂട്രീഷൻസിനെ എത്തിക്കുന്നതായിട്ടുള്ള ധർമ്മം നിർവഹിക്കുന്നതായിട്ടുള്ള ബ്ലഡ്, അല്ലെ? ബ്ലഡിന്റെ ധർമ്മം എന്താണ്? നമ്മുടെ ന്യൂട്രീഷൻസിനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ബ്ലഡിന്റെ. അപ്പൊ കണ്ണിന്റെ ചെറിയ ഈ നാരോ പോലത്തെ ഞരമ്പിലൂടെ വരെയും ഈ ബ്ലഡ് എത്തുന്നത്. അപ്പൊ ബ്ലഡിന്റെ അകത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രീഷൻസ് മിക്സ് ആയിട്ട് ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അങ്ങനെ ഓടുന്ന സമയത്ത് ഈ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കൊഴുപ്പും കൂടി ഇവനെ അങ്ങ് പൊട്ടിക്കും. ഓക്കെ, കൊഴുപ്പും കൂടി പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഞാനിവിടെ ചെറിയൊരു പിക്ചർ ഇവിടെ കാണിച്ചു തരാം. പ്ലീസ് ആ ഷെയർ ചെയ്യാവുന്ന നമ്മുടെ ആ ഹാർട്ടിന്റെ ആ പടം ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. 2 പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ ഒരു വാൽവ് എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ വളരെ സ്മൂത്ത് ആയിട്ട്, വളരെ സിമ്പിൾ ആണ്, വളരെ സുഖകരമായിട്ടുള്ള ഒരു ബ്ലഡ് പാസ് ചെയ്യുന്ന ഒരു വഴിയാണ് അവിടെ കാണിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പടത്തിന്റെ ഇങ്ങനെ കുറെ ശിഖരങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്, ഒരു വാൽവ് എടുത്ത് കട്ട് ചെയ്ത് വളരെ വലുതായിട്ട് തന്നെ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിനെ കാണിച്ചു തരിക. അതിനത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിലവിൽ എന്തില്ല, കാണുന്നില്ല. ഓക്കെ, രണ്ടാമത് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പടം കാണുന്നുണ്ട്. ഏതാണ് ആ പടം കണ്ടത്? കണ്ടോ, ഈ രണ്ടാമത്തെ വാൽവ്, ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന അതേപോലത്തെ ഒരു വാൽവിന്റെ പകുതിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടോ, ഇടയ്ക്ക് ഒരു മഞ്ഞ പോലെ എന്താണ് അവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് വരുന്ന എന്താണ്, അതാണ് നമ്മുടെ ഇങ്ങനെ ഓടുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള കൊഴുപ്പ്. ഈ കൊഴുപ്പ് നേരെ ഇങ്ങനെ വന്നിട്ട് 2 സൈഡിലും കൂടി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും, അല്ലെ? പറ്റി പിടിച്ചിരിക്കുമ്പോൾ ബ്ലഡ് സ്മൂത്ത് ആയിട്ട് സഞ്ചരിക്കേണ്ടതായിട്ടുള്ള ആ ഒരു ബ്ലഡ് വെസൽസിൽ അവിടെ വന്നിട്ട് ഈ ബ്ലഡ് തട്ടി നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ. അങ്ങനെ തട്ടി നിന്നാൽ എന്താണ്, ഒരു ഓമന പേര് നമ്മൾ പറയും, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. അങ്ങനെ തട്ടി നിന്നാൽ ഹാർട്ട് അറ്റാക്ക്. ഈ പോകുന്ന ഭാഗം ഹാർട്ടിലേക്കാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി തലയിലേക്ക് പോകുന്ന ഞരമ്പിന്റെ അകത്താണ് ഇത് ബ്ലോക്ക് ആവുന്നെങ്കിൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് തലച്ചോറിലേക്കാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി കാലെ പോയി അടിഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിക്കോസ് വരാൻ സാധ്യതയുണ്ട്. ഇത് കരളിൽ പോയി അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. ഇത് ശരിക്കും ചെറുകുടലിൽ പോയി അടിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസറൽ ഫാറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് ലേഡി സംബന്ധമായിട്ട് യൂട്രസിൽ പോയി അടിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? യൂട്രസിൽ പോയി അടിഞ്ഞാൽ ലേഡീസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സുഗമമായിട്ടുള്ള ജീവിതത്തിൽ, അല്ലെ? ഇപ്പൊ എല്ലാ ആളുകൾക്കും അറ്റാക്ക് പോലുള്ള സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടാണ് വരുന്നത്. അപ്പൊ സുഗമമായിട്ടുള്ള ജീവിത യാത്രയിൽ മനുഷ്യൻ സുഖകരമായി അവൻ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ, അല്ലെ? അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാനിവിടെ നിങ്ങളുടെ ഭാഗത്ത് ചൂണ്ടിക്കാണിച്ചു തന്നു, അല്ലെ? ചൂണ്ടിക്കാണിച്ചു. ഇനി ഒരു ജസ്റ്റ് ഞാൻ ഇവിടെ നമുക്കറിയാം ഒരു പിക്ചർ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രഭാത വേളയിൽ ഇതിനെക്കുറിച്ച് ഇത്ര അസന്നിഗ്ധമായി നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തൊരു ആൻസർ ഇങ്ങനെ പറയാൻ സാധിക്കും. നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വക്താക്കളായതുകൊണ്ട് തന്നെ, കണ്ടോ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ കമ്പനിയുടെ വക്താക്കളാണ്. ആരുടെ വക്താക്കളാണ്? ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മനോഹരമായിട്ടുള്ള ഒരു കമ്പനിയുടെ, ലോകത്തിലെ നമ്പർ 1 കമ്പനിയുടെ വക്താക്കളാണ്, പ്രചാരകളാണ്, പ്രൊമോട്ടേഴ്സ് ആണ്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവിടെയാണ് വെൽനസിന്റെ പ്രാധാന്യത നിലനിൽക്കുന്നത്. നമ്മൾ കയ്യിൽ കരുതിക്കൊണ്ടുപോകുന്ന ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഡിസോർഡേഴ്സിനെ കറക്റ്റ് ആക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനത് മനസ്സിലാക്കാനായിട്ട് സാധ്യതയില്ല. ഇവിടെ ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് പോകാതിരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ഇതിന്റെ MD യുടെ പടം ഒന്ന് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ ഒന്ന് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം
ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യത്തിന്റെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം മനോഹരമായിട്ടുള്ള സന്തോഷത്തിന്റെ, ആരും ചോദ്യം ചെയ്യാതെ നമ്മളെ നിർത്തുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രമുഖമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന സാഗർ ജോഷി എന്ന് പറയുന്ന സാഗർ ജോഷി സാറിന്റെ എന്ന് പറയുന്ന MD. അദ്ദേഹത്തെ നമ്മൾ വാനോളം വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും മതി വരത്തില്ല. കാരണം ഇന്ന് ആളുകൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഏകദേശം 25 ലക്ഷവും ഈ കേരളത്തിൽ 2.5 ലക്ഷവും ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ആ വ്യക്തികൾ അനുഭവിക്കുന്നതായിട്ടുള്ള സന്തോഷത്തിന് പ്രധാന ഉടമ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫോട്ടോ കാണിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, 2 കാര്യങ്ങളിലൂടെ കാണിച്ചു. മഞ്ഞ അക്ഷരത്തിൽ ഒന്ന്, ഹെൽത്ത് ആണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ പ്രാധാന്യത എന്ന് പറയുന്നത്. ഹെൽത്ത് ആണ് ഏറ്റവും. ഹെൽത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ, ഈസിന്റെ സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഹെൽത്ത് ഈസ് വെൽത്ത്. കാണോ, വെൽത്ത്. അപ്പം ഹെൽത്ത്, ആരോഗ്യമുണ്ട്, വെൽത്ത് ഉണ്ട്. വെൽത്ത് അവിടെ നിൽക്കണം. ഞാൻ ആരോഗ്യത്തെ കുറിച്ച് മാത്രം പറയാനാണ് അത് ആഗ്രഹിക്കുന്നത്. എന്താണ് ആരോഗ്യത്തെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു തീർന്നല്ലോ. ഓക്കെ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ഫോട്ടോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ്, ഇവിടെയാണ് നമ്മൾ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള ബയോട്ടോറിയം കമ്പനി പ്രദാനം ചെയ്യുന്ന ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഉൽപ്പന്നത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഒരു ഉൽപ്പന്നം നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ആമുഖമായിട്ട് പറയേണ്ടത് ആ വ്യക്തിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മളൊന്ന് കാണുക. മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ട സമയത്ത് അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് നിരീക്ഷിക്കുക. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തൊന്ന് നിരീക്ഷിക്കുക. അദ്ദേഹം ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ളത്. അൺഹെൽത്തി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്രിയേഷൻസ് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം 4 ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി വെക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഒന്ന്, നമ്മുടെ ഈ സാഗർ ജോഷി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നാനോ ടെക്നോളജി ഡോക്ടറേറ്റ് എടുത്ത മനുഷ്യനാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത് ശരി തന്നെയാണ്. 2, അദ്ദേഹം മാഗ്നറ്റിക് തെറാപ്പിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. 3ാമത് 5000 ഫോറിൻ കമ്പനികൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ ഉപഭോക്താവും കൂടിയാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഇന്ന് സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും കിട്ടുന്നത് പോലെ തന്നെ എനിക്ക് നിങ്ങളുടെ മുൻപിൽ സംസാരിക്കാൻ ഒരു കളങ്കവുമില്ലാതെ സംസാരിക്കാണ്ട് സാധ്യത വരുന്നത് എന്നുള്ള വസ്തുതയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതിനകത്ത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും പറയാൻ എന്താണ്, ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് ചികിത്സാ രീതികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. നമുക്കറിയാം, അലോപ്പതി മെഡിസിൻ സമൂഹത്തിലുണ്ട്, ഹോമിയോ സമൂഹത്തിലുണ്ട്, ആയുർവേദ സമൂഹത്തിലുണ്ട്, മറ്റുള്ള ഒട്ടനവധി ചികിത്സാ രീതികൾ, നാടൻ ചികിത്സാ രീതികളുണ്ട്, അക്യുപഞ്ചറുണ്ട്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ഇതെല്ലാം നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അതിനെ ഒന്നും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷേ നമുക്കറിയാം, ഇന്ന് അലോപ്പതി മെഡിസിൻ കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികളുടെയും ജീവിതത്തിൽ നിന്ന് ഷുഗർ പൂർണ്ണമായി ഭേദമായ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പ് ഇന്നല്ല, നിങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ. അപ്പൊ ഷുഗർ കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. കൂട്ടാം, കുറയ്ക്കാം. കൂടുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലും, ഡോക്ടർ കുറയ്ക്കാനുള്ള ഗുളിക തരും. കുറയുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലും, ഡോക്ടർ കൂട്ടാനുള്ള ഗുളിക തരും. അപ്പൊ കൂട്ടുക, കുറയ്ക്കുക. ഒരു ഷുഗർ രോഗി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലെ പൊന്മുട്ട ഇടുന്ന താറാവാണ്. അങ്ങനെയാണെങ്കിൽ ഒട്ടനവധി ഷുഗർ രോഗികൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രാജഗിരി ഹോസ്പിറ്റൽ കഴിഞ്ഞ ദിവസം ഒരു 50 ഏക്കർ സ്ഥലവും കൂടി അവിടെ മേടിച്ചു. നമുക്കറിയാം, ഒരു രോഗീനെ ചികിത്സിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ആ പ്രോഫിറ്റിൽ നിന്നുള്ള വീതം എടുത്തിട്ടല്ലേ അവരൊക്കെ വാങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഈ രോഗികളൊക്കെ അവിടെ എത്തേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഡോക്ടേഴ്സ് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. അവിടെ നമ്മൾ തർക്ക വിഷയമല്ല ഉന്നയിക്കേണ്ടത്. ഒറ്റ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, അലോപ്പതി മെഡിസിൻ നമുക്ക് വേണമെന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കറിയാം, അലോപ്പതി മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു മെഡിസിൻ കഴിച്ചിട്ട് ആരുടെയും രോഗം പൂർണ്ണമായിട്ട് ഈ ഷുഗർ പോലുള്ള ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് 220 അനുബന്ധ രോഗങ്ങളും, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, മൈഗ്രെയിൻ, സ്ട്രോക്ക്, വെരിക്കോസ്, ആമവാദം, സോറിയാസിസ്, അലർജി, ആസ്മ പോലുള്ള 220 അനുബന്ധ രോഗങ്ങളും പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡിയർ ഫ്രണ്ട്സ്, എന്ത് അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അറിയാമോ? തൈറോയ്ഡ് വന്ന് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞ വ്യക്തി അതുവരെ 75ന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത്, ഗ്ലാൻഡ് എടുത്തു കളഞ്ഞിട്ട് അദ്ദേഹം കഴിക്കുന്ന ഗുളിക 150ന്റെ. നോക്കണം, എന്ത് അസംബന്ധമായിട്ട് അസംഭവ്യമായ കാര്യമാണ്. നമ്മൾ തൈറോയിഡിന് 75ന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അത് എടുത്തു കളഞ്ഞിട്ട്, അത് എടുത്തു കളയാതിരിക്കാനും തൈറോയ്ഡ് മാറാൻ വേണ്ടിയാണ് 75 കഴിച്ചിട്ട്, അത് എടുത്തു കളഞ്ഞിട്ട് 150. അപ്പൊ 150ന്റെ ഗുളിക കഴിക്കണമെങ്കിൽ തൈറോയിഡിന്റെ ഗ്ലാൻഡ് എടുത്തു കളയണം. എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ 150, 120 നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക.
തൈറോയിഡിന്റെ ഗ്ലാൻഡ് എടുത്തു കളഞ്ഞ വ്യക്തിയോട് ചോദിക്കണം ഇപ്പോൾ എത്രയിന്റെ ഗുളിക കഴിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും 125, 150, 100 എന്ന് പറയുന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാം. മുൻപ് എത്രയാ കഴിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും ഞാൻ 75 50 എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടെയൊക്കെ നടക്കുന്നതെങ്കിൽ ഞാൻ പറയാം അലോപ്പതി മെഡിസിൻ എന്ന് പറയുന്നത് സൈഡ് എഫക്റ്റ് ഉണ്ട് അല്ലെ. ഞാൻ രണ്ട് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒന്ന്, ബ്രൂഫൻ കഴിച്ചാൽ, ബ്രൂജസിക്ക് കഴിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. പെയിൻ കില്ലർ ആണ്, വേദന സംഹാരിയാണ്. കാരണം ഞങ്ങളത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഞങ്ങളുടെ കുടുംബത്തെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ഡോക്ടർ പറയും മോനെ അത് ചെയ്യരുത്, കാരണം അത്യാവശ്യ ഘട്ടങ്ങളിലേ ചെയ്യാവുള്ളൂ, നിന്റെ കിഡ്നി ലിവറൊക്കെ അടിച്ചു പോകും. ഞാനല്ല, എന്റെ കുടുംബത്തിൽ ചെയ്തോണ്ടിരുന്നത്, അടിച്ചു പോകും, അതുകൊണ്ട് ചെയ്യരുതെന്ന് വളരെ കൃത്യമായിട്ട് നമ്മളെ ഉദ്ബോധിപ്പിക്കാറുണ്ട്. അപ്പം മനസ്സിലായോ, അത് കിഡ്നി ലിവറും അടിച്ചു പോകും അമിതമായാൽ. നമുക്കറിയാം എത്രയോ മെഡിസിൻ നിർത്തിക്കളഞ്ഞു അല്ലെ. പാരസിറ്റമോൾ പോലുള്ള കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഫെപ്പാനിൽ പോലുള്ള മെഡിസിൻസുകൾ നിർത്തിക്കഴിഞ്ഞു. നമ്മുടെ മൺമറഞ്ഞുമായ പിതാക്കന്മാർ പോലും ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ്. ഇന്നാണ് കാലഘട്ടത്തിന് മനസ്സിലായത്. യുവതലമുറ കയറിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാം ഇതെല്ലാം രോഗത്തിന് കാരണമാക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, അത് നിർത്തിക്കളഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഹോമിയോയിലേക്കും ആയുർവേദത്തിലേക്കും പോയാൽ എന്താണ്, അവിടെയും സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ മറ്റുള്ള അലോപ്പതിയിൽ കിട്ടുന്ന ഫാസ്റ്റ് ആയിട്ടുള്ള സഡൻ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഹോമിയോ അങ്ങനെ വളരെ അപൂർവം ആളുകളും ആശ്രയിക്കാതെ അലോപ്പതിയിലേക്ക്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത്, ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് കടത്തി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ആയുഷ് എന്ന് പറയുന്ന മന്ത്രാലയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ആയുഷ് സർട്ടിഫിക്കറ്റ് ഇന്ന് പല നാടുകളിലും പല ആളുകളും പറയുന്നത് ഇന്ന കമ്പനിയാണ്, ഇന്ന പ്രൊഡക്റ്റ് ആണ്, അത് ഇന്ന ആയുഷ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയിട്ടാണ് അവരെല്ലാം വിൽപ്പന നടത്തുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കുക, ആയുഷ് എന്ന് പറയുന്ന കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടില്ല. ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു മന്ത്രാലയത്തിൽ പുറപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റിനകത്ത് 18ാമത് ലിഖിതമായിട്ട്, അലിഖിതമല്ല കേട്ടോ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അലിഖിതമല്ല, ലിഖിതമാണ്. സംശയം ഉണ്ടെങ്കിൽ ലീഡേഴ്സിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ലിഖിതമായിട്ട് ചേർത്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് വളരെ അസന്നിഗ്ധമായി അടിവരയിട്ട് പറയുന്നു. ആയുഷ് മന്ത്രാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ആയുഷിന്റെ സർട്ടിഫിക്കറ്റിനകത്ത് 18ാമത് അടിവരയിട്ട് പറയുന്ന ഒരു ചികിത്സാ രീതി ഉണ്ട് എങ്കിൽ അത് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, ക്ലിനിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള, യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാത്ത ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ രാജാവിന്റെ കമ്പനി ആയിട്ടുള്ള ഈ ബയോട്ടോറിയം എന്ന് അടിവരയിട്ട് ഞങ്ങളെ പോലെയുള്ള ആളുകൾ കോൺഫിഡന്റോടുകൂടി തെളിയിക്കാൻ വസ്തുതാപരമായി നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയും. അതാണ് കോൺഫിഡന്റ് എന്ന് പറയുന്നത്. പഠിച്ചിട്ടാണ് പറയുന്നത്. ഓരോ ക്ലാസ്സുകളും കേൾക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അത് പഠിക്കണം. നിങ്ങളുടെ ഹൃദയ പലകകളിൽ എഴുതണം, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെച്ച് നിങ്ങൾ അത് റിവൈൻഡ് ചെയ്യണം. ഈ ഒരു മേഖലയുമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ. അങ്ങനെയാണെങ്കിൽ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇതിന്റെ അകത്ത് 4 ഉൽപ്പന്നങ്ങളെ കുറിച്ച് സമയമില്ലാത്തതും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമുക്കറിയാം ഇവിടെ നിങ്ങളെ പ്രധാനമായിട്ട് കാണിക്കുന്നുണ്ട് റിസ്റ്റ് ബാൻഡ് എന്ന് പറയാം. കണ്ടില്ലേ, നിങ്ങൾ റിസ്റ്റ് ബാൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കയ്യെ കെട്ടിയേക്കുന്ന ആ ഒരു കളർ ഉള്ളതാണ് റിസ്റ്റ് ബാൻഡ്. ഈ റിസ്റ്റ് ബാൻഡിന്റെ അകത്ത് നമ്മൾ തൊട്ട് നോക്കിയാൽ ഒന്നും കാണില്ല. പക്ഷെ അതിന്റെ അകത്ത് എന്താണുള്ളത്? അതിന്റെ അകത്ത് മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിന്റെ പേരെന്താണ്? നിയോഡൈമിയം മാഗ്നറ്റ്. നിങ്ങൾ ഇതെല്ലാം പഠിച്ചു വെക്കണം. നിയോഡൈമിയം മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താണ്? നിയോഡൈമിയം മാഗ്നറ്റിന്റെ പ്രത്യേകത റെയർ എർത്ത് ആണ്, മെഡിക്കൽ ഗ്രേഡ് ആണ്, മെഡിക്കൽ പർപ്പസ് ആണ്. അത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു? ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. കേരളത്തിൽ നിന്നാണ്, ഇന്ത്യ നിന്നാണ്? അല്ല, എവിടെ നിന്നാണ്? അത് ശരിക്കും പറയാം കൊറിയ പോലുള്ള, ജപ്പാൻ പോലുള്ള, ചൈന പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരു 650 താഴ്ചയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന ഈ ഒരു പവർ ഫോമിലുള്ള വസ്തുവിനെ ഞാൻ നാമുഖമായി പറഞ്ഞ നാനോ ടെക്നോളജി ഡോക്ടറേറ്റ് എടുത്ത, മാഗ്നറ്റിക് തെറാപ്പിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആ മനോഹരമായിട്ടുള്ള മാന്യമായ വ്യക്തി അതിനെ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ബട്ടൺസ് രൂപത്തിലാക്കി അതിന് പവർ കൊടുത്തിട്ടുണ്ട്. ഇൻബിൽറ്റ് ചെയ്തിട്ട് അതിന്റെ പവറിന്റെ പേര് ഗോസ് പവർ എന്നാണ് അല്ലെ. നമുക്കറിയാം ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ബട്ടൺസ് രൂപത്തിലുള്ള മാഗ്നറ്റിന്റെ പവർ 3 to 5 ഗോസ് പവർ എന്നാണ്. 3000 മുതൽ 5000 വരെയുള്ള ഗോസ് പവർ ആണ് അതിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ റിസ്റ്റ് ബാൻഡിന്റെ അകത്ത് 33 മാഗ്നറ്റ് ഉണ്ട്. ഇൻറ്റു 5000 എന്ന് പറഞ്ഞാൽ 1,65,000 ഉണ്ട്. അത് എവിടെയാ കെട്ടിയേക്കുന്നത്? അദ്ദേഹത്തിന്റെ വലത്തെ കൈയല്ല. എന്തുകൊണ്ടാണ് വലത്തെ കൈയെ കെട്ടിയേക്കുന്നത്? വലത്തെ കൈയെ കെട്ടിയാലാണ് പ്രഷർ നോർമൽ ഉള്ള വ്യക്തിക്കും പ്രഷർ കൂടുതലുള്ള വ്യക്തിക്കും കറക്റ്റായി മാറുകയുള്ളൂ. എന്നാൽ അത് തിരിച്ച് ഇടത്തെ കൈയെ നമുക്ക് കെട്ടാം. ഇടത്തെ കൈ കെട്ടിയ പ്രഷർ കുറവുള്ള ആളുകൾക്ക് എത്രയോ ആളുകളുടേതായിട്ടുള്ള മിഷ്യൻസ്, അതൊക്കെ ഞങ്ങളൊക്കെ പോലെ കോൺഫിഡന്റ് ഉള്ള ആളുകൾ ചെയ്യുന്നതാണ്. പറയുന്ന ഒരു ദേശത്ത് പോയിട്ട് ഒരു ഡോക്ടർ, മകള് ഡോക്ടറാണ്, പിതാവിൻ്റെതായിട്ടുള്ള പ്രഷർ അസഹനീയമായി വന്നപ്പോൾ ഗുളിക കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ ഉൽപ്പന്നം ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അങ്ങനെ പ്രഷറിനകത്ത് ചെക്ക് ചെയ്ത്, അത് പ്രഷറിന്റെ മെഷീനിൽ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നത്തിന്റെ ഫസ്റ്റ്
ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള റിസ്റ്റ് ബാൻഡ് അദ്ദേഹത്തിന്റെ വലത്തെ കയ്യെ കെട്ടി ഏകദേശം കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോ അത് നോർമലായി മാറി. ആ നോർമലായി മാറിയപ്പോഴാണ് ഡോക്ടർ എന്ന് പറയുന്ന യുവതലമുറ ഞെട്ടിപ്പോയത്. ഇങ്ങനെയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഉണ്ട്. ഇത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കുന്നതാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കിയാൽ മാത്രമേ ഓക്സിജന്റെ അളവ് കറക്റ്റ് ആകുകയുള്ളൂ. ഓക്സിജന്റെ അളവ് കറക്റ്റ് ആയാൽ മാത്രമേ സ്റ്റാമിന, ഇമ്മ്യൂണിറ്റി പവർ കിട്ടുകയുള്ളൂ. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കി ഓക്സിജന്റെ അളവ് കറക്റ്റ് ആക്കി സ്റ്റാമിന, ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന ലോകത്തിലൊരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അത് ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളാണ്. ആ ഉൽപ്പന്നത്തിന്റെ പ്രധാനപ്പെട്ട ബയോട്ടോറിയം കമ്പനി മുന്നോട്ട് വെക്കുന്ന ഉൽപ്പന്നത്തിന്റെ ഫസ്റ്റ് പേരാണ് റിസ്റ്റ് ബാൻഡ്. അത് കയ്യെ കെട്ടിയാൽ എന്താണ്? സ്ട്രോക്കിന് സമാനമായ ബ്ലോക്കിന് റിമൂവ് ചെയ്യും. അതിന് ചില നീളം കൂടുതലുണ്ട്. തലവേദന മാറും, തൈറോയ്ഡ് മാറും, വേദനയുള്ള ഏത് ഭാഗത്തും കെട്ടാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള 1,65,000 ഗോസ് പവർ എന്ന് പറയുന്ന വസ്തു നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കുന്ന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് രണ്ടാമത് നമ്മളിവിടെ പടം കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പടമുണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാട്ടർ എനർജി പാഡ് അല്ലെ? വാട്ടർ എനർജി പാഡ് കണ്ടോ? 4 കുപ്പികൾ, പല കളറിൽ 4 കുപ്പികൾ അത് കെട്ടിയിട്ടുണ്ട്. എന്താണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആരോഗ്യമുള്ള ഒരാൾ ഓരോ 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കണം. അത് ഞങ്ങൾ ആരും പറയുന്നതല്ല, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യ സംഘടന പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പച്ചവെള്ളം, ശുദ്ധമായ പച്ചവെള്ളം ഒരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ചില്ല് കുപ്പിയിലോ എടുത്തിട്ട് ഈ വാട്ടർ എനർജി പാഡ് റാപ്പ് ചെയ്ത് വെക്കുക. റാപ്പ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാട്ടർ എനർജി പാഡിനകത്ത് 30 മാഗ്നറ്റ് ഉണ്ട്, 1.5 ലക്ഷം ഗോസ് പവർ ഉണ്ട്. നടുവിന് വേദന വന്നാൽ നടുവിനെ പുറത്ത് വെക്കാം, വയറുവേദനയ്ക്ക് ഉപയോഗിക്കാം, കാല് ഷുഗറുമായി ബന്ധപ്പെട്ട് മുറിച്ച് കളയാൻ, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാതെ വന്നാൽ കാലിന് മരവിപ്പുണ്ടെങ്കിൽ അവിടെ നമുക്ക് കെട്ടിവെക്കാം. വേദനയുള്ള മുട്ടുവേദന മാറ്റാം, വേദനയുള്ള ഏത് ഭാഗത്തും അത് ഇന്നേക്ക് ചെയ്യാം. അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ ഇതിന്റെ അകത്ത് വള്ളിയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കുപ്പിക്കകത്ത് വെള്ളം എടുത്തിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് 15 മിനിറ്റ് കൊണ്ട് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആയിട്ട് മാറും അല്ലെ? ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആയിട്ടാണ് ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. വളരെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് റാപ്പ് ചെയ്ത് വെച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെടുത്ത് കുടിച്ചാൽ 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, ആരോഗ്യമുള്ള ഒരാൾ ഒരു 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കാൻ നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളം കുടിച്ചാൽ ഒന്ന് ഇന്റേണൽ ഓർഗൻസ് റിജിനേറ്റ് ചെയ്യും. എന്താ റിജിനേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു കോശത്തിന്റെ, മനുഷ്യ ശരീരത്തെ കോടാനുകോടി സെല്ലുകളാൽ, കോശങ്ങളാൽ നിർമ്മിതമാണ്. അങ്ങനെയാണെങ്കിൽ കോശങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് നശിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ 120 ഡേയ്സ് ആണ് ഒരു കോശത്തിന്റെ കാലാവധിയെങ്കിൽ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് എനർജറ്റിക് ആയിട്ട് ആളുകൾ മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഓവറായിട്ട് നശിക്കുന്ന, ആവശ്യമില്ല നശിക്കുന്ന കോശങ്ങളെ പുനർജീവിപ്പിക്കുക എന്നുള്ള ദൗത്യം ഈ ഒരു മാഗ്നറ്റൈസ്ഡ് വാട്ടറിനുണ്ട്. 2, ഇത് ക്യാൻസർ സെൽസുകളെ പ്രൊട്ടക്ട് ചെയ്യും. ക്യാൻസർ സെൽസുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ക്യാൻസർ മാറ്റുമെന്നൊന്നും നമ്മൾ പറയരുത് കേട്ടോ. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും. 1, വരാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യും. 2, വന്നതിന് 3rd സ്റ്റേജ് 4th പോകാതെ 4th 5th പോകാതെ അവിടെ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ പ്രൊട്ടക്ട് ചെയ്യാനും കൂടെ ഉപകരിക്കുന്ന വസ്തുവാണ് ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, ശുദ്ധമായ പച്ചവെള്ളം മനുഷ്യൻ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ക്യാൻസറിനെ പോലും പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയുമ്പോൾ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ ഒരു പ്രത്യേകത നിങ്ങളത് മനസ്സിലാക്കണം. ഇത് ശരിക്കും പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ടോക്സിൻസ് റിമൂവ് ആക്കുക. എന്താ ടോക്സിൻസ് റിമൂവ് ആക്കുക എന്ന് പറയാം? ഒന്ന്, നമുക്കറിയാം, നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡിന്റെ അകത്ത് ഒട്ടനവധി ഫുഡിന്റെ അകത്ത് വിഷാംശമുണ്ട്. വെളിച്ചെണ്ണയിൽ വിഷാംശമുണ്ട്, മുളകുപൊടി മല്ലിപ്പൊടിയിൽ വിഷാംശമുണ്ട്, ഫ്രൂട്ട്സിൽ വിഷാംശമുണ്ട്, പച്ചക്കറിയിലുണ്ട്, അതുപോലെ ചിക്കൻ, ആർത്തിയോടുകൂടി വാരി ഭക്ഷിക്കുന്ന ചിക്കനിൽ വിഷാംശമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ ഇവിടം വരെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഇതിന് താഴേക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ടോക്സിൻസ് പുറത്തേക്ക് പോകും. എങ്ങനെ പുറത്തേക്ക് പോകും? ഒരു മോഷനിലൂടെ പുറത്തേക്ക് പോകും, യൂറിനിലൂടെ പുറത്തേക്ക് പോകും, വിയർപ്പിലൂടെ പുറത്തേക്ക് പോകും, ശ്വാസോച്ഛ്വാസത്തിലൂടെ പോകും, വൊമിറ്റിങ്ങിലൂടെ പോകും, ചില ആളുകളുടെ കണ്ണിൽ കൂടെ. ശരീരം ഏത് പ്രക്രിയയാണോ പുറത്തേക്ക് പോകാൻ പെട്ടെന്ന് അവലംബിക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയകൾ വഴി ഇത് പുറത്തേക്ക് പോയിരിക്കും. യാതൊരു സംശയവുമില്ല. എന്തോരം ആളുകൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ പറയും, സാറേ എനിക്ക് ഇന്നലെ ഭയങ്കരമായിട്ട് ഡിസെൻട്രി ആയിരുന്നു, എനിക്കിത് ഭയങ്കരമായിട്ട് ജലദോഷമായിരുന്നു, എനിക്കിതിലെ ഭയങ്കരമായിട്ട് അസ്വസ്ഥത, ഇതൊക്കെ പറയും. നമ്മുടെ ഉൽപ്പന്നം അവിടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. ഇതൊരിക്കലും ഉള്ളിൽ വെച്ച് പൊറിപ്പിക്കുന്ന, പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യും. ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോയിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുത്തി അതിനെ കുടിയിരുത്തുന്ന പരിപാടിയല്ല, കുടിയിരുത്തുന്നതിനെ കൂടെ ഇളക്കി പുറത്തേക്ക് കൊണ്ടുപോയി അവനെ എനർജറ്റിക് ആയിട്ട് മാറ്റുന്ന ഒരു സംവിധാനവും കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കും. അടുത്ത എന്താണ്? നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കും. നിങ്ങൾ ഏത് വ്യക്തിയോട് ചോദിച്ചാലും, വിവരമുള്ള ഏത് ഡോക്ടേഴ്സിനോട് ചോദിച്ചാലും പറയും, കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കോവിഡ് വന്ന ആളുകളുടെ ബ്ലഡ് കറക്റ്റ് ആയിട്ട് ഒരു പ്യൂരിഫിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ 120 days 4 months ആണ് നമുക്ക് വേണ്ടത്.
അങ്ങനെയാണെങ്കിൽ അത് ബ്ലഡിനെ ശുദ്ധീകരിക്കും. അപ്പൊ 3 കാര്യം പറഞ്ഞു. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് റിജനറേറ്റ് ചെയ്യും, ടോക്സിൻസ് റിമൂവ് ആവും, അടുത്തത് നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കും. ഇനി ബഹുമാനപ്പെട്ട ഗ്രേറ്റ് ലീഡർ സുധിച്ചേട്ടനെ പോലെ ആളുകൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഈ വെള്ളം തലയിൽ ഒഴിച്ച സമയത്ത്, അല്ലെങ്കിൽ തലയിൽ നമ്മളെന്താണ് ഒന്ന് മസാജ് ചെയ്ത സമയത്ത്, ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ മുടി വന്നു എന്ന് പറയുന്നുണ്ട്. വരാൻ സാധ്യതയുണ്ട്. വരുമെന്ന് നമ്മൾ പറയാറില്ല, വന്നിട്ടുണ്ട്. ഇത് മുഖത്തെ കരിമംഗലം മാറുമെന്ന് പറയുന്നുണ്ട്. മാറിയിട്ടുണ്ട്. മാറുമെന്ന് നമ്മൾ പറയാറില്ല, മാറിയിട്ടുണ്ട്. ഈ വെള്ളം ഒട്ടനവധി കാര്യങ്ങൾക്ക് ഗുണകരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സംഭവ്യമായ അസംഭവ്യമായ കാര്യങ്ങളൊന്നും ഇവിടെ ആരും രാവിലെ പുലമ്പാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ പ്രത്യേകത അടുത്തത് എന്താണ്? നമുക്കൊരു പില്ലോപ്പാടാണ്. ഈ പില്ലോപ്പാട് എന്ന് പറയുന്നത് നമുക്കറിയാം തലയുടെ പുറകിൽ വെച്ചാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. എന്താണ് തലയുടെ പുറകിൽ വെച്ച് കിടന്നുറങ്ങുന്നത്? നമുക്കറിയാം ഉറക്കത്തിന് ഏറ്റവും കൂടുതൽ ഉറക്കം എന്ന് പറയുന്നത് പില്ലോപ്പാട് മാട്രസ് പാടും ഉണ്ട്. ഉറക്കത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത കൊടുക്കേണ്ടത്. കാരണം ഉറക്കത്തിലാണ് നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യുന്നത്. ദൈവം കനിഞ്ഞനുഗ്രഹിക്കുന്ന ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള വസ്തുതയാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കത്തിൽ ഒരു ഓപ്പറേഷൻ നടന്നാൽ പോലും നമ്മൾ അറിയില്ല, ദീർഘമായ ഉറക്കത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഉറക്കം കിട്ടാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഉടലെടുക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഡിപ്രഷനാണ്. അല്ലെങ്കിൽ ഭ്രാന്തനും ഭ്രാന്തിയായിട്ട് മാറും ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ തലയുടെ പുറകിലെ മെഡുല്ല ഒബ്ലോങ്കേറ്റ, അതിനകത്ത് പിന്നീട് ഹോർമോൺ ഉണ്ട്, മെലാറ്റോണിൻ. മെലാറ്റോണിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ദൈവം കനിഞ്ഞനുഗ്രഹിക്കുന്നതാണ്. എന്താണ് കനിഞ്ഞനുഗ്രഹിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യന്റെ അസ്തമന സമയത്ത് ഇവരുടെ പ്രൊഡക്ഷൻ തുടങ്ങും. രാത്രി 10:30 വായിക്കോട്ടെ അവരുടെ ക്ഷീണത്തിലേക്ക് കൊണ്ടുപോകും. നമ്മളോട് പറയും, മകളെ നിന്നെ ഒന്ന് പണിതെടുക്കാറുണ്ട്, നീ ഒന്ന് പോയി കിടന്നുറങ്ങണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അപ്പോഴും നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അവൻ അൺഹെൽത്തി ആയിട്ട് മാറും. നേരം വെളുത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്തിന് മുൻപ് നമ്മൾ എഴുന്നേൽക്കണമെന്നാണ്. കാരണം മെലാറ്റോണിന്റെ പ്രവർത്തനം നിൽക്കും. അപ്പോഴാണ് നമ്മൾ പുതപ്പ് വലിച്ച് കൂർക്കം വലിച്ച് വീണ്ടും കിടന്നുറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അൺഹെൽത്തി ആകാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ ഉറക്കത്തിന് തടസ്സമായി നിൽക്കുന്ന, മെലാറ്റോണിന്റെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ചെറിയ ചെറിയ വെയിൻസിന്റെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്ന പദ്ധതിയാണ് ഈ പില്ലപ്പാട്. അതിന്റെ അകത്തും പുതിയ മോഡൽ അനുസരിച്ച് 30 മാഗ്നറ്റ് ഉണ്ട്, 1.5 ലക്ഷം ഗോസ് പവർ ആണ്. അതൊരു മാട്രസ് പാഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇത് സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ മാട്രസ് പാഡ് നമ്മുടെ കട്ടിലിന്റെ വീട്ടിലെ ഷീറ്റ് ഒന്ന് നോക്കി അതിന്റെ അകത്ത് വിരിച്ചിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം നിരവധി പ്രഷർ പോയിന്റ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ന് ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നിരവധി പ്രഷർ പോയിന്റ് ഉള്ള നമ്മുടെ ശരീരം ഈ മാഗ്നറ്റിക് ഉള്ള ഈ പറഞ്ഞിരിക്കുന്ന മാട്രസ് പാഡിലുള്ള ഈ മാഗ്നറ്റിക് ടച്ച് ആവുകയും മാഗ്നറ്റിക് ടച്ച് ആവുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ നമ്മൾ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് ഇന്റേണൽ ഓർഗൻസ് എല്ലാം റെസ്റ്റ് എടുക്കും. ആ സമയത്ത് ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, എന്തിനേറെ പറയുന്ന കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾ ഉണ്ടാകുന്ന ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ 2-3 ബുദ്ധിമുട്ട് ഞാൻ പറയാം. അസഹനീയമായ തലവേദന. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്റെ പേപ്പർ കട്ടിങ് തരാം കേട്ടോ. പത്രവാർത്ത വന്നതാണ്. അസഹനീയമായ തലവേദന വരുന്നു. അവർക്ക് ശരിക്കും പറയേണ്ടത് നടന്നു പോകുന്ന സമയത്ത് മരിച്ചിട്ട് കൊഴിഞ്ഞു വീഴുന്നു, അറ്റാക്കുകൾ വരുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒക്കെ ഉണ്ട്. എന്താ കാരണം? അത് ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ട് എന്നാണ് പഠന റിപ്പോർട്ട്. മെഡിക്കൽ സംഘം അതിനെ തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇവിടെ നമ്മുടെ കിടന്നുകൊണ്ട് നമ്മുടെ പ്രഷർ പോയിന്റ് ടച്ച് ആയിട്ട് പുഷ്പുൾ സിസ്റ്റത്തിൽ ചലിപ്പിച്ചുകൊണ്ട് ബ്ലഡിന്റെ കട്ടി കുറച്ച്, വിസ്കോസിറ്റി കുറച്ച് ലൈറ്റ് ആക്കി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഓടിക്കുന്നത് വഴി രാത്രി കാലങ്ങളിൽ സ്ട്രോക്ക് പോലുള്ള അറ്റാക്ക് പോലുള്ള മാരകമായ ബുദ്ധിമുട്ടുകൾ ഇവിടുന്ന് ഒഴിവാവാൻ സാധ്യതയുണ്ട്. അപ്പൊ 4 ഉൽപ്പന്നങ്ങൾ പറഞ്ഞു. ഒന്ന് റിസ്റ്റ് ബാൻഡ്. പകല് റിസ്റ്റ് ബാൻഡ് കെട്ടുന്നു, വെള്ളം കുടിക്കുന്നു. രാത്രിക്ക് നമ്മൾ പില്ലോയും മാട്രസ് പാഡ് ഉപയോഗിക്കുന്നത് വഴി ജീവിതശൈലി രോഗം എന്ന് പറയുന്ന ഞാൻ ആമുഖമായി പേര് പറഞ്ഞ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, മൈഗ്രൈൻ, സ്ട്രോക്ക്, വെരിക്കോസ്, അതിനെല്ലാം ബുദ്ധിമുട്ടിന്റെ പ്രധാനപ്പെട്ട 99% കാരണം എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ആക്കിക്കൊണ്ട് ഓക്സിജന്റെ അളവ് കറക്റ്റ് ആക്കിക്കൊണ്ട് സ്റ്റാമിന, ഇമ്മ്യൂണിറ്റി പവർ തരുന്നത് വഴി ശരീരത്തിൽ എന്താണോ ഡിസോർഡേഴ്സ് ആയിട്ടുള്ളത് അതിന് ലോകത്തിൽ അറിയാവുന്ന നമ്പർ 1 ഡോക്ടർ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയാണ്. അവർ ബോഡി ഇസ് ദ ബെസ്റ്റ് ഡോക്ടർ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ ശരീരമാണ് നമ്മുടെ ഡോക്ടർ. ശരീരത്തിന് അറിയാം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് പാടുകേടുകൾ ഉള്ളത്, എവിടെയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചെടുക്കണമെങ്കിൽ അത് ശരീരത്തിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഡിസോർഡേഴ്സിനെ കറക്റ്റ് ആക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ ശരീരത്തിൽ, സാറിന്റെ ശരീരത്തിൽ, മേഡത്തിന്റെ ശരീരത്തിൽ എന്താണോ ഡിസോർഡേഴ്സ് ഉള്ളത് അതിനെ കറക്റ്റ് ആക്കുന്ന അമൂല്യമായ ഒരു ചികിത്സയുടെ ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത 4 പേരുണ്ട്. ആരൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന്, ഗർഭിണികൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതല്ല, അവർക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ കുഞ്ഞിന് നല്ലൊരു കാലാവസ്ഥ, അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ കുഞ്ഞ് വലിപ്പം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ
നോർമൽ ഡെലിവറിക്ക് പകരം സിസേറിയൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തൊരു കാറ്റഗറി ഉണ്ട്. ഏതാണെന്നറിയാമോ? ഇൻസുലിൻ പമ്പ് ഘടിപ്പിച്ച ആളുകളുണ്ട്. മൂന്നാമത് പേസ് മേക്കർ ഘടിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട്. നാലാമത് നമുക്കറിയാം സ്റ്റഡ് ഇട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളുകളുണ്ട്. ആ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളുകൾക്കും എന്തുള്ള ഇത് ഉപയോഗിക്കാൻ 2 മാസത്തെ വിസമ്മതം നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ചെയ്ത ആളുകൾ 15 ദിവസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവന്റെ സ്റ്റഡിന്റെ സ്ഥാനഭ്രംശം സംഭവിക്കാതിരിക്കാം. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്ന സമയത്ത് സ്ഥാനഭ്രംശം സംഭവിക്കാതിരിക്കാനാണ് അതങ്ങനെ പറയുന്നത്. അങ്ങനെ 4 പേർക്ക് മാത്രമാണ് താൽക്കാലികമായിട്ടല്ല, ഒരാൾക്ക് താൽക്കാലികമായി 3 പേർക്ക് പെർമനന്റ് ആയി ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവിടെ പറയാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഇന്ന് ജനിച്ച ചൊകര കുഞ്ഞിനെ പോലും കിടത്താൻ പൊന്നും തേനും പോലും അവരെ നാമിൻ തുമ്പത്ത് തൊട്ടുകൊടുക്കാൻ നമ്മുടെ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉപകരിക്കുമെന്നുള്ള വസ്തുതാപരമായ നമ്മൾ കാര്യം പറയണം. ഒന്നുകൂടെ പറയാം, നല്ല ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ല എങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വാല്യൂമില്ല. നമ്മൾ അകാലത്തിൽ പൊരിഞ്ഞു പോകേണ്ടതായിട്ട് വരും. അത്രയുള്ള പോസ്റ്റിൽ നമ്മുടെ ഫ്ലെക്സ് തൂങ്ങേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്കിത് ഗുണകരമായി മാറിയിട്ടുണ്ടെങ്കിൽ, നമുക്കിത് ഏറ്റവും യൂസ്ഫുൾ ആയി മാറിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളെ പോലെ തന്നെ, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആപ്തവാക്യം മുറുകെ പിടിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടതുപോലെ അവരും രക്ഷപ്പെടണമെന്നുള്ള ചിന്താഗതി നമ്മളിൽ ഉടനെ നിൽക്കുന്ന സമയത്ത് നമ്മളും അവരോട് പറയും. ഞാൻ എപ്പോഴും പറഞ്ഞ് ഇങ്ങനെ നിർത്താറുണ്ട്, അല്ല എന്റെ അയൽവക്കംകാരൻ ഞാൻ രക്ഷപ്പെട്ടതുപോലെ, എന്റെ ബുദ്ധിമുട്ട് മാറിയതുപോലെ, എന്റെ രോഗം മാറിയതുപോലെ അവൻ രക്ഷപ്പെടണ്ട, അങ്ങനെ ഇപ്പൊ അവൻ രക്ഷപ്പെടണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. അല്ല, അവനും രക്ഷപ്പെട്ട് ഈ നാട്ടിലെ ഹോസ്പിറ്റലുകളുടെ ആ ഒരു പെരുകുന്ന അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളാലാവുന്ന വിധം പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് സാഗർ ജോഷി സാർ ഈ ഒരു ഉൽപ്പന്നം തന്നത്. ഇത് പരിചയപ്പെടുത്തിയപ്പോൾ എത്രയോ ആളുകൾ ഗുണകരമായി മാറി. റിസൾട്ട് കാണിക്കാൻ നമുക്ക് സമയമില്ല, സമയത്തെ അപര്യാപ്തത കൊണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, സ്ട്രോക്ക് രോഗികൾ ഇന്ന് നടന്നു പോകുന്നുണ്ട് അല്ലെ? എത്രയോ ഞാൻ കാണിച്ച ഇഷ്ടം പോലെ കാല് മുറിച്ച് കളയാൻ വെച്ചിട്ടുള്ള ആളുകളുടെ കാല് മുറിച്ച് കളയാതെ നോക്കിയിട്ടുണ്ട്. അതുപോലെ തൈറോയ്ഡ് മാറിയിട്ടുണ്ട്, കൊളസ്ട്രോൾ മാറിയിട്ടുണ്ട്, പലവിധമായ ബുദ്ധിമുട്ടുകൾ മാറിയിട്ടുണ്ട്. അത്രയും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന മനോഹരമായ ഒരു ഉൽപ്പന്നം ഇന്ന് ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനി വെക്കുന്ന ബയോമാഗ്നറ്റിക് ഉൽപ്പന്നമല്ലാതെ ഒരു ഉൽപ്പന്നമില്ല എന്ന് അടിസ്ഥാനമിട്ടുകൊണ്ട് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ സ്നേഹത്തിന്റെയും ആ വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എനിക്ക് അവസരം തന്ന എന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ഒട്ടനവധി ആളുകളുടെ ഡാൻസ് സാറ്, അതുപോലെ തന്നെ ഇന്ന് എന്നെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന ആള് ഒരിക്കലും ഇതിന്റെ അകത്തില്ല. അദ്ദേഹത്തിന് ആ ഒരു ഭാഗ്യം ഇനി നാളെ ദൈവം കൊടുത്താൽ തിരിഞ്ഞു വരാനുള്ള മനസ്സ് വരട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നന്മകൾ നിർത്തുന്നു. താങ്ക് യു ഓൾ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഈ ബയോട്ടോറിയം. ഓക്കെ, നല്ലൊരു എന്താ പറയാ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന ഒരു ഡോക്ടർ പോലും നമ്മുടെ ശരീരം എങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു തരില്ല. അവരെന്ത് അസുഖത്തിനെല്ലാം മരുന്ന് കഴിച്ച് നമ്മൾ വീട്ടിലിരിക്കുക. അത് അത്ര നമ്മുടെ ശരീരത്തിന് അറിയാം എങ്ങനെ നമ്മുടെ ശരീരത്തില് എന്തൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ടെന്ന്. അതൊരു ഡോക്ടർ പോലും പറഞ്ഞു തരില്ല. അതായത് ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്ന നമ്മുടെ എന്റെ ഗ്രേറ്റ് ലീഡർ ജയ്മോൻ സാറിന് അഭിനന്ദനങ്ങൾ. ഓൾ ദ ബെസ്റ്റ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മനോജ് സാറാണ്. മനോജ് സാർ നമുക്ക് എന്നും രാവിലെ എണീറ്റ് മോട്ടിവേഷൻ, സാറിന്റെ അതായത് സാറിന്റെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്നും കിട്ടിയിട്ടാണ് നമ്മള് രാവിലെ കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതായത് ഞാനൊക്കെ എന്നും രാവിലെ 6 മണിക്ക് സൂം മീറ്റിംഗിൽ കയറി കഴിഞ്ഞാൽ മനോജ് സാറിന്റെ ക്ലാസ് അങ്ങടെ കേട്ട് സാറിന്റെ ആ ഒരു എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സംസാരമൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ രാവിലെ തുടങ്ങി ഇപ്പൊ നല്ല വെയിലാണ് പുറത്ത്, ചൂട് സഹിക്കാൻ പാടില്ല. എന്നാലും നമ്മള് പുറത്തിറങ്ങി നല്ല എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഈ പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വെള്ളം ഭയങ്കര എഫക്റ്റീവാണ് ഈ ചൂടത്ത്. മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ മനോജ് സാറിനെ ആ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ക്ഷണിക്കാം. ഓക്കെ താങ്ക് യു മാഡം. താങ്ക് യു അരുണ മാഡം ഫ്രം പഴന്തോട്ടം കരിമുകൾ ആ ഭാഗത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ ചെയ്യുകയാണ്.
അരുണ മേഡത്തിന്റെ ഇന്നത്തെ അവതരണം വളരെ നന്നായിരുന്നു. നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ആവേശത്തോടെ ഇതിനെ ഏറ്റെടുക്കാനും കാലഘട്ടത്തിന്റെ ബിസിനസ് ലോകത്ത് ഇനി ഏറ്റവും മുന്നേറ്റം നടത്താൻ വേണ്ടി പോകുന്ന ഒരു ഇൻഡസ്ട്രിയിലെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറാനും സാധിച്ചതിൽ വളരെ സന്തോഷം. അതിലുപരി അവർ പറഞ്ഞൊരു വാക്കുകൂടി ഞാൻ ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ്. അവർ പറഞ്ഞത് അവർക്ക് നിസ്സാരമായ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആ മേഡത്തിന് ഈ മാസത്തെ മാത്രം വരുമാനം 42,000 ഈ മാസത്തെ വരുമാനം 42,000. അപ്പൊ ബിഗ് കൺഗ്രാജുലേഷൻ. എന്തായാലും ഹെൽത്തിനോടൊപ്പം വെബ് കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന്റെ സ്പിരിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആവേശത്തോടെ ഇത്രയും ഒരു അച്ചീവ്മെന്റ്സിലേക്ക് വന്ന മേഡത്തിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കൊടീശ്വര പദവിയിലേക്ക് കൊടീശ്വരിയായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഓക്കെ. ഇത് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തണം. ഇവിടെ ഒരു ഈ പ്രൊഡക്റ്റിന്റെയും പ്രൊജക്ടിന്റെയും സൈഡാണെന്ന് അദ്ദേഹം നമ്മുടെ ജിമോൻ ജോസഫ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. അടുത്തൊരു സൈഡാണ് മേഡം തുടക്കത്തിൽ. രണ്ട് സൈഡും കൂടി വേണം നമുക്ക്. അതിന് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കയറിയിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. അപ്പൊ ഇന്ന് ഈ പ്രോഗ്രാം ആയിട്ട് ജിമോൻ ജോസഫ് സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇത്രയും നല്ല എക്സലന്റ് ആയിട്ട് പവർഫുൾ ആയിട്ട് നോളജ് ഷെയർ ചെയ്യുന്ന അല്ലെ, ഹൃദയത്തിലേക്ക് ടച്ച് ചെയ്യുന്ന, ഞാൻ എപ്പോഴും പറയും പോലെ എന്താ പറയാ, തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ ആ എനർജിയോട് കൂടിയിട്ട് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ഫുൾ പഞ്ചിലടിക്കുക. എന്താ മെഷീൻ ഗണ്ണുകൊണ്ടൊക്കെ അടിക്കാന്നൊക്കെ പറയില്ലേ നമ്മൾ അല്ലെ, അതുപോലെ കട്ട ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവേശവും എനർജിയും അറിവും ഒക്കെയാണ് അദ്ദേഹം നമുക്ക് പ്രദാനം ചെയ്തു തന്നത്. അദ്ദേഹത്തിന് വലിയ ബിഗ് കൺഗ്രാജുലേഷൻ. നമ്മുടെ ടീമിന്റെയും നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ടാവും. പക്ഷെ നമ്മുടെ സമയപരിമിതി മൂലമാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് ഇങ്ങനെ ചുരുക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവരുടെയും നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു ജയ്മോൻ ജോസഫ് സാർ. അദ്ദേഹം ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് ആയിട്ട് നമ്മളെ ഹൈറ്റ് മുതൽ വെയിറ്റ് മുതൽ മാസ് ഇൻഡെക്സ് മുതൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീൻ മുതൽ മിനറൽസ് മുതൽ ഫൈബർ മുതൽ ഇല്ലേ, ഇതെല്ലാം എങ്ങനെ ബോഡിയിലേക്ക് കിട്ടുന്നു, എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് മുതലായ കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഒരു ഡോക്ടർ ഉപദേശിക്കുന്നതിനേക്കാൾ രീതിയിൽ ഒരു വെൽനസ് കൺസൾട്ടന്റ് ഉത്തരവാദിത്തത്തിൽ, അതാണ് ഡോക്ടർ എന്താണ്, വെൽനസ് കൺസൾട്ടന്റ് ആണ് നമ്മൾ ഇവിടെ തിരിച്ചറിയണം. ഒരു വെൽനസ് കൺസൾട്ടന്റിന് മാത്രമേ ഇത്രയും രീതിയിൽ ക്ലിയർ ആയിട്ട് സമൂഹത്തെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇനി വരുന്ന ഇൻഡസ്ട്രി വെൽനസ് ഇൻഡസ്ട്രി ആണെന്ന് ലോകം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നത്. വെൽനസ് ഇൻഡസ്ട്രി ആരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ, ആരൊക്കെ ഇത് പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാകുന്നുണ്ടോ, അവർക്ക് വലിയ മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് സ്വയം വലിയ മാറ്റം നേടാൻ വേണ്ടി സാധിക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ അങ്ങനെ A to Z അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയാം. നല്ല രീതിയിൽ ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോഡിയുടെ മാസ് ഇൻഡെക്സ് മുതൽ ഹെൽത്ത് മുതൽ വെയിറ്റ് മുതൽ അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻസും മിനറൽസും എല്ലാം നമുക്ക് ശരീരത്തിലേക്ക് കൊടുത്താലും അതിനേക്കാൾ പരമപ്രധാനമാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കൊടുത്ത പോഷകാഹാരങ്ങൾ മുഴുവനും ആവശ്യമുള്ള എല്ലാ കലോറീസും നമ്മൾ കൃത്യമായിട്ട് ശരീരത്തിലേക്ക് കൊടുത്താലും നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം തകരാറായാൽ എല്ലാം തീർന്നു അല്ലെ. വീട്ടിൽ നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിച്ചു വെച്ചിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ട്, TV ഉണ്ട്, എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. പക്ഷെ വീട്ടിലേക്ക് കറണ്ട് സപ്ലൈ ഇല്ല. വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടെ വൈദ്യുതി പ്രവാഹം വരുന്നില്ല, നിലച്ചുപോയി, ദിവസങ്ങളായിട്ടില്ല. ഫ്രിഡ്ജ് വർക്ക് ചെയ്യോ, TV വർക്ക് ചെയ്യോ, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യോ? ഇല്ല. ആ ഒരു പ്രോസസ്സാണ് സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ഈ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നതില്ല. അപ്പൊ നമ്പർ 1 ആയിട്ട് ഇല്ലേ നമ്മുടെ ഉൽപ്പന്നത്തിന് മാറാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്ട്സിന്റെ, നമ്മുടെ ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റിന്റെ മഹത്വം എന്ന് നമ്മൾ തിരിച്ചറിയണം. കറക്റ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോഴും മാത്രമാണ് ഇതിനെ കൊണ്ടെല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് വളരെ നമ്പർ 1 പ്രൊഡക്റ്റ് ഇതാണ്. അതിനുശേഷം മതി ഭക്ഷണം കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്. അത് ജയ്മോൻ ജോസഫ് സാർ പറഞ്ഞ ക്രമപ്പെടുത്തിക്കൊണ്ട് ആവശ്യത്തിനുള്ളത് കഴിക്കണം. കുറേ വാരി വലിച്ചിട്ട് അത് തിന്നുന്നില്ല കാര്യം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ നമ്മൾ ഈ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം കൂടി കറക്റ്റ് ചെയ്യുമ്പോൾ, ബോഡിയിൽ ഓക്സിജന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, റേഡിയേഷൻ നമ്മളെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഇല്ലേ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ബോഡി ഹെൽത്തി ആവുന്നു. അതാണ് സയൻസ്. ഡിസോർഡറുകളെ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു സുലഭമായിട്ട്. ഇപ്പോൾ ബോഡി ഹെൽത്തി ആവുന്നു. അതിനുള്ള പ്രൊഡക്റ്റാണ് നമ്മളെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ. അത് അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ റിസ്റ്റ് ബാൻഡ് മുതൽ ഇല്ലേ, വാട്ടർ എനർജി പാഡ് മുതൽ അതുപോലെ തന്നെ നമ്മുടെ മാട്രസ് പാഡ് മുതലുള്ള ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് വാങ്ങാനും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലല്ല പ്രധാനം,
പ്രൊഡക്റ്റ് കൊടുത്ത ആളുകൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കണം. അതിനാണ് ഫോളോ അപ്പ് വർക്കുകൾ നടത്തണം. ഒരു എൻട്രി കിട്ടിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ പോവില്ല, അദ്ദേഹത്തെ വിളിക്കില്ല, അന്വേഷിക്കില്ല. അതാണ് പലരും ചെയ്യുന്നത്. ഫോളോ അപ്പ് നിർബന്ധമാക്കണം. പലർക്കും സംശയങ്ങളുണ്ടാവും എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന്. വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണ്? ഇത് കെട്ടി വെച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ കുടിക്കാന്ന് പറഞ്ഞാൽ ഇത് കെട്ടി വെച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്റെ റാപ്പൊക്കെ കഴിച്ച് കളഞ്ഞിട്ട് ആ കുപ്പി വെള്ളം പിന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. പിന്നെ കിട്ടുന്നില്ല. ഇത് 15 മിനിറ്റ് മതി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് ആളുകൾക്ക്. അപ്പൊ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പിലൂടെ കൊടുക്കാൻ വേണ്ടി സാധിച്ചാൽ എത്ര പ്രശ്നമുള്ള ആളുകൾക്ക് നമുക്ക് സ്ലോ ആയിട്ട് അവരുടെ ബോഡിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് എത്രയോ അനുഭവങ്ങളുണ്ട്. റിസൾട്ടിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒത്തിരി വൈകിപ്പോയി. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ ഈ അവസരം മഹത്തരമാണ്. നമ്പർ 1 കമ്പനിയാണ്, നമ്പർ 1 പ്രൊഡക്റ്റ് ആണ്. നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ വേൾഡിലെ ഒരേ ഒരു പ്രൊഡക്റ്റാണ് ബയോട്ടോറിയം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അവാർഡിന്റെ പെരുമഴയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് വരെയും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് കിട്ടാത്ത രീതിയിൽ കൊറോണ യോദ്ധ അവാർഡ് മുതൽ ഇങ്ങോട്ട് ബെസ്റ്റ് എക്സലന്റ് കമ്പനി ഓഫ് ദി ഇയർ മുതൽ, അതുപോലെ ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ മുതൽ, അതുപോലെ തന്നെ നമ്മുടെ MSMEയുടെ അവാർഡ് മുതൽ, നിരവധി അശോക സ്തംഭ അവാർഡ് മുതൽ 100 കണക്കിന് അവാർഡുകൾ വാരിക്കൂട്ടാൻ വേണ്ടി സാധിച്ച വേൾഡിലെ ഓൺലി ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഈ ബയോട്ടോറിയം. എക്സ്റ്റേണൽ യൂസിലൂടെ ബോഡിയിലെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനത്തെയും അത് ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. എക്സ്റ്റേണൽ യൂസിലൂടെ ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും, ആ 11 സിസ്റ്റത്തെയും കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വേൾഡിലെ ഒരേ ഒരു പ്രൊഡക്റ്റ് ഈ ബയോട്ടോറിയം. അതിന്റെ വക്താക്കളാണ്, അതിന്റെ അംബാസഡർമാരാണ് നിങ്ങളെന്ന് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന മുഹൂർത്തമാണ് സുഹൃത്തുക്കളെ ഇത്. അതുകൊണ്ട് കിട്ടിയ അവസരത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം നമ്മൾ ആളുകൾ. അവസരത്തെ ഉപയോഗിക്കാത്ത ആളുകൾ അവസാന നിമിഷം നമ്മൾ കരഞ്ഞിട്ട് വേദനിച്ചിട്ട് കാര്യമില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ടാണ്. 80 വയസ്സ് 100 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഷോർട്ട്. ഇങ്ങനെ ആക്കുമ്പോഴേക്ക് സമയം തീർന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. പിന്നീട് നമ്മൾ വേദനിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഇപ്പോൾ നമ്മൾക്ക് ആരോഗ്യമുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമം നമ്മൾ നടത്തണം. അല്ലെ, രവീന്ദ്രനാഥ ടാഗോറിന്റെ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹം അതായത് പ്രായമായപ്പോൾ അദ്ദേഹം ആരോഗ്യ ക്ഷയിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ണുനീരുകൾ ഇങ്ങനെ വരികയാണെന്ന് പറഞ്ഞത്. കണ്ണുനീര് വരുമ്പോൾ എല്ലാവരും ചോദിച്ചു, സാർ എന്തിനാ ഇങ്ങനെ കണ്ണുനീര് വരുന്നത്? അല്ലെ, ഈ ലോകത്ത് ചെയ്യാനുള്ളതെല്ലാം താങ്കൾ ചെയ്യും. രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമായ നോബൽ സമ്മാനം പോലും നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. താങ്കൾ ഇനി ഈ ജീവിതം കൊണ്ട് ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്? എല്ലാം ചെയ്തു തീർത്തില്ലേ? പിന്നെ എന്തിനാണ് താങ്കളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മള് ഈ സംഗീതോപകരണങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇല്ലേ, സംഗീതോപകരണങ്ങൾ നമുക്കറിയാം. സംഗീതം വായിക്കുന്ന ആളുകൾ അതിങ്ങനെ അഴിക്കും, മുറുക്കും, ടൈറ്റ് ആക്കും, എന്നിട്ട് വീണ്ടും അതിനെ കൊട്ടിക്കൊണ്ടിരിക്കും. ഇത് റെഡിയായോ നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ, സൗണ്ടൊക്കെ അന്നേരം അവർക്ക് തൃപ്തി വരില്ല. അവർ വീണ്ടും എന്ത് ചെയ്യും? അത് ഒന്നും കൂടെ വലിച്ചു മുറുക്കും, ഇല്ലേ, എന്നിട്ട് ഒന്നും കൂടെ അടിച്ചു നോക്കും, സൗണ്ട് പോരാ, ഇല്ലേ, വീണ്ടും ഒന്നും കൂടെ ലൂസാക്കും, ഒന്ന് ടൈറ്റ് ആക്കും, ഇല്ലേ, എന്നിട്ട് അവർക്ക് തൃപ്തി വരില്ല. അടിച്ചു നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു അവർക്ക്, പിന്നെയും ചെയ്യും. കണ്ടില്ലേ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞ അതാണ്, ഞാനൊരു സംഗീതോപകരണത്തിന്റെ കെട്ട് അഴിക്കുകയും വലിക്കുകയും മുറുക്കുകയും ചെയ്ത പോലെ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. യഥാർത്ഥ സംഗീതം ഈ ലോകത്തിന് അവതരിപ്പിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായ? അദ്ദേഹത്തിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? യഥാർത്ഥ സംഗീതം ഈ ലോകത്തിന് എനിക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ഈ വാദ്യോപകരണങ്ങൾ ടൈറ്റാക്കും വലിക്കും ഇങ്ങനെ അത് നോക്കുക മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ട് അവസാന നിമിഷം നമ്മൾ ഈ കിടക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആരോഗ്യമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ട് കിടന്നിട്ട് കാര്യമില്ല. എനിക്ക് 80 വയസ്സ് കിട്ടിയില്ല, 80 വർഷം ജീവിച്ചു, എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും. അപ്പൊ അവിടെയും നമുക്ക് ദുഃഖം ഉണ്ടാകും, ദുഃഖഭാരം ഉണ്ടാകും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് 80 വയസ്സ് വരെ ജീവിക്കുക, അല്ലെങ്കിൽ 75 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ 25 വർഷം ഉറക്കാം. ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് നിങ്ങൾ? 75 വയസ്സ് വരെ ജീവിച്ച 25 വർഷം ഉറങ്ങാനാണ് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. 3-3.5 വർഷം നമ്മൾ ഭക്ഷണം കഴിക്കാനോ ഉപയോഗിക്കാന്ന് പറയും. 13.5 വർഷം നമ്മൾ പിന്നെ എന്റർടൈൻമെന്റ്, TV കാണാനും അങ്ങോട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കാനും ഇതിനൊക്കെയാണ് 13.5 വർഷം ഉപയോഗിക്കാന്ന് പറയാ. ഈ 75 വയസ്സ് വരെ ജീവിച്ചാൽ ആകെ നമ്മൾ ക്രിയാത്മകമായിട്ട് വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു 10 വർഷമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായേ? അപ്പോ ഇനിയുള്ള ദിവസമെങ്കിലും ഇനിയുള്ള സമയമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷത്തോട് കൂടി കിട്ടിയ ആരോഗ്യത്തോടെ, നമുക്കിപ്പോ ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തോട് കൂടിയിട്ട് നമ്മളിലേക്ക് കിട്ടിയ ഈ കർമ്മഫലം അല്ലെ, ഈ കർമ്മം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് എല്ലാ കർമ്മഫലം കിട്ടും. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുക. ഇപ്പൊ ചൂടൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ മേഡം പറഞ്ഞു ഭയങ്കര ചൂടാണ്, ബയോട്ടോറിയത്തിന്റെ വെള്ളം കുടിച്ചാൽ മതി, മുഖത്ത് സ്പ്രേ ചെയ്താൽ മതി, നല്ല എനർജി കിട്ടുമെന്ന്. ഇല്ലേ, നമുക്ക് ചൂട് പ്രശ്നമല്ല, വെയിൽ പ്രശ്നമല്ല, കാലാവസ്ഥയാണ് സുഹൃത്തുക്കൾ. പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെ? പ്രകൃതിയുടെ മാറ്റമാണ് പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, അല്ലെ? പ്രകൃതിയിൽ ചൂട് വേണം, ചൂട് വരുമ്പോൾ മരങ്ങളുടെ ഇലയൊക്കെ പൊഴിയും, ഇല്ലേ? അതുപോലെ മഴ വേണം, ഇല്ലേ? മഴ വരുമ്പോൾ പ്രകൃതിക്ക് എന്ത് കുളിർമയുണ്ടാവും, ഇല്ലേ? അതുപോലെ ശിശിരം വരും, വസന്തം വരും, ഹേമന്തം വരും, ഇല്ലേ? ഇതൊക്കെ പ്രകൃതിയിൽ മാറുമ്പോഴാണ് പ്രകൃതിക്ക് ഭംഗി ഉണ്ടാകുന്നത്, അല്ലെ?
അല്ലെങ്കിൽ എപ്പോഴും ഒരേപോലെയാണെങ്കിൽ പ്രകൃതിക്ക് ഭംഗി ഉണ്ടാകുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ മാറ്റത്തിന് വിധേയമാകണം. നമുക്ക് കിട്ടിയ അവസരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് മാറാൻ വേണ്ടി തയ്യാറാവണം. ആരൊക്കെ മാറാൻ തയ്യാറാവുന്നുണ്ടോ അവർക്കാണ് ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ? എന്തായാലും ഡോക്ടർ രാജ് സാറുണ്ട്. രാജ് സാറിന് ഇങ്ങനെയൊന്നും സങ്കടപ്പെടേണ്ടി വരില്ല. അവസാന സമയത്ത് എന്തായാലും ഒരു പുനർജന്മമാണ് രാജ് സാറിന് നമ്മുടെ പ്രൊഡക്റ്റിലൂടെ കിട്ടിയത്. രാജ് സാറിനെ കണ്ടുകൊണ്ട് ഞാൻ പറയാം, അദ്ദേഹം വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. നല്ലൊരു ഈശ്വര വിശ്വാസിയാണ്. ഇടയ്ക്ക് നമ്മളെ പോലെ തന്നെ ചെറുപ്പകാലത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടാകും. അതൊക്കെ ഒരു പ്രായത്തിന്റെ ചപലത കൊണ്ട് ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട് ആളുകൾ, അല്ലേ? എന്ത് നിരീശ്വരവാദിയും അവസാനം, അല്ലേ, ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയിട്ട് കുമ്പിടുന്ന അവസ്ഥകളെ കുറിച്ച് നമ്മൾ കാണാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും രാജ് സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടി വരില്ല. ഇന്നലെ 4 കുടുംബത്തിനാണ് 5 സെന്റ് സ്ഥലം വീതം അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതില്ലേ. അവർക്ക് വീട് വെക്കാനുള്ള വസ്തു ഇന്നലെ അവർക്ക് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. വളരെ സന്തോഷം. രാജു സാർ അടുത്ത പ്രോഗ്രാമിൽ പറയുമ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കും. രാജു സാർ പറയില്ല, ഞാൻ രാജു സാറിന് അനുവാദം ഇല്ലാതെയാണ് ഇവിടെ ഞാൻ സംസാരിച്ചത്. എന്തായാലും ആ നല്ല മനസ്സാണ് അദ്ദേഹം. നമുക്ക് KBCയുടെ ടീമിന്റെ എല്ലാ കൺഗ്രാജുലേഷനും, ഓരോരുത്തരുടെയും കൺഗ്രാജുലേഷൻ രാജു സാറിനെ ഞാൻ അറിയിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. മനസ്സിലായ? അതാണ് ഇന്ന് വെട്ടിപ്പിടിക്കുന്ന ഒരു മനോഭാവമാണ്, അല്ലെ? ചേട്ടനും അനുജനും തമ്മിൽ തർക്കമാണ്, അല്ലേ? ഇപ്പൊ ഈ പ്ലാവ് എൻ്റെ അതിനകത്തായിരുന്നു, അല്ലെങ്കിൽ ഈ മാവ് എൻ്റെ അടുത്ത് ഈ കല്ലെടുത്ത് അപ്പുറത്തേക്ക് വെക്കുക ആളുകൾ, ഇല്ലേ? സ്വന്തം ചേട്ടനും ഇനി കല്ലെടുത്ത് അപ്പുറത്തേക്ക് അതിരിങ്ങനെ അങ്ങ്, ഇല്ലേ? കണ്ടില്ലേ നിങ്ങൾ പല സ്ഥലത്തും? ഇത് എൻ്റെതാണെന്ന് കൊണ്ട് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്ന ഒരു സമൂഹത്തിലാണ് സുഹൃത്തുക്കളെ ജീവിക്കുന്നത്. സ്വന്തം സഹോദരന്മാര്, ഇല്ലേ, ഒരു മണ്ണിന് വേണ്ടിയിട്ട് അടികൂടുന്ന ഈ ലോകത്ത്, കൊലപാതകങ്ങൾ നടത്തുന്ന ഈ ലോകത്ത്, ഇല്ലേ, രാജ് സാറെ പോലുള്ള സന്മനസ് 5 സെന്റ് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരാണോ? കൊടുക്കുക ആരെങ്കിലും? ഇങ്ങനെ 4 പേർക്കാണ് കൊടുത്തത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ അവസാന നിമിഷത്തിൽ രായ് സാറിനെ സന്തോഷിച്ചുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകാം. എന്തായാലും അങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ ചെയ്ത അദ്ദേഹത്തിനും കുടുംബത്തിനുമുള്ള ഒരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇതെല്ലാം പാഠമാക്കിയിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ദാനം, വസ്തു കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ ദയവുമായിട്ട് വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ കിട്ടേണ്ടതാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞത്. എന്തായാലും സബ്ജക്റ്റ് മാറിപ്പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ പണമല്ല, ആരോഗ്യമല്ല, നല്ലൊരു മനസ്സും മനസമാധാനവും ഈ ഭൂമിയിൽ കിട്ടണമെങ്കിൽ, ഇല്ലേ, നമ്മുടെ മനസ്സ് നന്നാകണം, അല്ലേ? എന്തുണ്ടായിട്ട് എന്താ കാര്യം? മനസ്സ് നന്നല്ലെങ്കിൽ ഒന്നും നടക്കില്ല, അല്ലേ? അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകൊണ്ട് സോറി, ഒത്തിരി വൈകി. ഞാനിങ്ങനെ പറയുന്നതിനെ കുറിച്ചും പലർക്കും പരാതി വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇയാൾ ഇങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രാവിലെ സമയം കളയാണ്. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കണം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണോ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എന്തൊക്കെ നമുക്ക് സ്വയം മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള ഒരു ഒരു പരിശോധന നിങ്ങൾ ഓരോരുത്തരും നടത്തണം എന്ന് മാത്രം ഈ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട്, നമുക്ക് കിട്ടിയ അവസരം വലിയൊരു ഇൻഡസ്ട്രിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ആരോഗ്യത്തെ കൂടെ ഒറ്റ വാക്കും കൂടെ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. നമ്മുടെ ഇതിന്റെ ആപ്പിളിന്റെ MD കുറിച്ചില്ലേ എത്രയോ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ആപ്പിളിന്റെ MD വീഡിയോ കോടാനുകോടിയുടെ ആസ്തിയുള്ള ആളാണ് അദ്ദേഹം. അവസാനം മരണശൈലി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലേ? പണത്തെക്കാൾ ഉപരി നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. പണം വരും, പണം വന്നോട്ടെ, അതോടൊപ്പം സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു കിച്ചണിലേക്ക് ജോലി ചെയ്യാൻ ഒരു വേലക്കാരിയെ നിർത്താം, ഒരു കാർ ഓടിക്കാൻ ഒരു ഡ്രൈവറെ നിർത്താം, ഇല്ലേ? പൂന്തോട്ടത്തിൽ പരിപാലിക്കാൻ ഒരു പൂന്തോട്ടക്കാരനെ നിർത്താം. പക്ഷേ രോഗം വന്ന് വേദന അനുഭവിക്കുമ്പോൾ, ഇല്ലേ, കാലുവേദന അല്ലെങ്കിൽ നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന എന്ന് പറയുമ്പോൾ ആ വേദന അനുഭവിക്കാൻ വേണ്ടിയിട്ട് എത്ര പണം ഉണ്ടെങ്കിലും വേലക്കാരികൾ വന്നിട്ട് കാലിന്റെ വേദന ഞാൻ അനുഭവിക്കാന്ന് പറയൂ? പറ്റുമോ? അത് പറ്റുമോ? നമ്മുടെ ശരീരവേദന നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അവസാനം വരെയും സാധിക്കണം. അതിന് പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ്. ഒരു മരണമില്ലെന്നല്ല, മരണം ഉണ്ടാവും, മരണം പ്രകൃതി നിയമമാണ്, അല്ലേ? പക്ഷേ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് ഒരു കിടപ്പ് രോഗിയാകാതെ, ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് സന്തോഷത്തോടെ നമുക്ക് വിട പറഞ്ഞല്ലേ, വിരുന്നുകാരൻ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ഹായ് ബായി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നത് പോലെ നമുക്കും ഈ ഭൂമിയിൽ നിന്ന് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ പോകണമെങ്കിൽ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ, വെൽനസ് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, കൂടുതൽ ആളുകളെ കാണാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും പവർ ഓഫ് 2 മാത്രം നമ്മളിവിടെ വർക്ക് ചെയ്താൽ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താനും സാധിക്കും. ആ ഒരു അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ഈ ബയോട്ടോറിയം.